നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ്. ആരോടാണ് മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ്. അപ്പോൾ എനിക്കറിയാം എനിക്ക് ഫസ്റ്റ് എനിക്ക് ഇലക്ട്രിക്കലുമായി യാതൊരു ബന്ധമില്ല. അപ്പോൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ അതിന് റെഡി ആയിരുന്നു. പിന്നെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ട്രാക്കിലെത്തിയ പിന്നെ നമുക്ക് ടൈം കിട്ടും. പക്ഷെ അങ്ങനെയല്ല പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല, സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. അത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ 2 എക്സാമിനാണ് അത് കൂടുതൽ ബാധിച്ചത്. സ്റ്റാർട്ടിങ് KCB സബ് എഞ്ചിനീയർ എക്സാം ആയിരുന്നു. പിന്നെ ഉറക്കൊന്നും ഇത് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം ഇരിക്കാനൊക്കെ തോന്നും. പിന്നെ കഴിയാതെ ആകുമ്പോൾ മെന്റലി ഡൗൺ ആവുന്നുണ്ട്. പിന്നെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനും ഒരു എക്സാം പാറ്റേണിൽ കുറച്ച് മിസ്റ്റേക്സ് പറ്റി 100 ക്വസ്റ്റ്യൻ കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞൊക്കെ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് പഠിച്ച് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കി ഉറങ്ങി പോയി ആദ്യം എഴുതിയ എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ. അതിന് 6 റാങ്ക് ഉണ്ടായിരുന്നു. പിന്നീട് വന്ന എക്സാമിനെല്ലാം നമ്മൾ മൈൻഡ് ഫ്രീ ആണ്. കാരണം സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആ ഒരു 3-4 മാസം പഠിക്കുക, റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കുക, സ്ട്രാറ്റജി കറക്റ്റ് ആക്കി. ഓക്കെ, എക്സാം ടൈമിലൊക്കെ സന്തോഷമാണ്. പേപ്പർ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക്. ഫസ്റ്റ് 1-2 എക്സാമിന് ആ ഒരു മെന്റലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ട്രാക്കിലെത്തിയ പിന്നെ ഇത് സ്മൂത്ത് ആയിട്ട്. ഇന്നത്തെ സക്സസ് സ്റ്റോറീസിൽ നമ്മളോടൊപ്പം ഉള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. PSCയിലൂടെ ഒരു ഗവൺമെൻറ് ജോലി നേടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് ഓൾ കേരള ഫസ്റ്റ് റാങ്ക് നേടിയ റിയാസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് റിയാസിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ്ലി ഇത്രയധികം എക്സാംസിന് ടോപ്പ് റാങ്ക് മേടിച്ചതും അതുപോലെ തന്നെ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടാൻ റിയാസ് ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്തായിരുന്നുവെന്ന്. എല്ലാവർക്കും നമസ്കാരം. സക്സസ് സ്റ്റോറീസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റിയാസ് ആണ്. റിയാസിൽ നിന്ന് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് റിയാസ് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ ടോപ്പ് ചെയ്തത്, സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു റിയാസ് ചെയ്ത മിസ്റ്റേക്സ്, അതെങ്ങനെ ഓവർകം ചെയ്ത് ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് കൊണ്ടുവന്നത് റിയാസിനോട് തന്നെ ചോദിച്ചറിയാം. റിയാസെ, സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ റിയാസ് ഒന്ന് പറയാമോ, റിയാസ് എങ്ങനെയാണ് ഈ PSC ജേണിയിലേക്ക് എത്തിയത്? ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി വന്ന സ്ഥലത്തിനടുത്ത് വെട്ടിക്കാട്ടിൽ വന്ന പ്രദേശമാണ്. ഞാൻ +1 +2 വരെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. +1 +2 ഇവിടെ തൃശ്ശൂർ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. പിന്നീട് BTech പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നീട് അവിടുന്ന് സബ്സ്റ്റേഷൻ ഷൊർണൂരിൽ 220 kV സബ്സ്റ്റേഷനിൽ ഓപ്പറേറ്ററായി കോൺട്രാക്ട് ബേസിൽ 7 കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് PSCയിലേക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയത്. ഓക്കെ, അപ്പോൾ 7 കൊല്ലം വർക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, അതായത് PSCയിലേക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു അങ്ങനെ ഒരു? സാധാരണ ഇലക്ട്രിക്കൽ കഴിഞ്ഞ എല്ലാവരും ഒരു KCB നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിയാസ് ഓൾറെഡി KCBയിൽ കോൺട്രാക്ട് ബേസിൽ വർക്കും ചെയ്യുന്നു. എന്നിട്ടും എന്താണ് ഈ PSC എഴുതി കയറണം എന്നൊരു ആഗ്രഹം തോന്നാത്തത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു PSCയിലേക്ക് നേരത്തെ വരാതിരുന്നത്? PSC അത് നമ്മൾ കോളേജ് പഠിക്കുന്ന കാലത്ത് നന്നായി പഠിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഫാദർ ഗവൺമെൻറ് ജോലിയുള്ള ആളായിരുന്നു. അപ്പോൾ KCB സബ് എഞ്ചിനീയർ ജോലി ഇഷ്ടമാണ്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ കാരണം ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അതായത് അത് BTechലൊന്നും അത്ര കാര്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് വന്ന തോന്നലാണോ? അതെ 100%. ഓക്കെ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, അതായത് PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു. അപ്പോൾ ആ ഒരു 5-6 വർഷം PSC കുറിച്ച് ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ KCBയിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല? അപ്പോൾ ശരിക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞ് ഡിഗ്രി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞു, ഫാദർ KCBയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് KCBയിൽ എഴുതിയെടുക്കണം എന്നല്ലെങ്കിൽ ഒരു PSCയിലൂടെ ഒരു ജോലി എന്തായാലും അറിയാറില്ല, PSC എഴുതണം, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നിരിക്കും. പക്ഷെ എന്നാൽ പോലും റിയാസ് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഒരു 5-6 വർഷത്തേക്ക് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതെന്താണ് അങ്ങനെ ഒരു ചിന്ത വരാത്തത്? അത് നമ്മൾ ഒരു കംഫർട്ട് സോണിലായിരുന്നു. ജീവിത പ്രാരാബ്ദങ്ങളൊന്നുമില്ല. പിന്നെ സബ്സ്റ്റേഷനിലെ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ലീവ് എടുക്കാം, ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് ലീവുകളൊക്കെ എടുക്കാം. അങ്ങനെ കുറെ ഒരു റിക്വയർമെന്റ് തോന്നിയില്ല. ഓക്കെ. പിന്നീട് മാരേജ് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഉഴപ്പിയ പോലെയല്ല, അത് എന്നെ മാത്രം ബാധിക്കുന്നത് ആയിരുന്നു. മാരേജ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒക്കെ
അതെ അതെ റെസ്പോൺസിബിൾ ആയല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ജോബ് വേണം എന്നുള്ളൊരു ചിന്തയായി. അപ്പോ ഞാൻ കോഴ്സ് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോ ഗൾഫിൽ പോയിരുന്നു. 2 മാസത്തെ വിസിറ്റ് എടുത്ത് ഗൾഫ്. അപ്പോൾ അവിടെ ബിടെക് ബേസ്ഡ് ജോബ്സ് ഇന്റർവ്യൂസിനാണ് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്തിരുന്നത്. എനിക്ക് കുറച്ച് ഇന്റർവ്യൂസ് കിട്ടുകയും ചെയ്തു. പക്ഷെ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവർ എന്നെ വിളിക്കില്ലാന്ന്. കാരണം അവിടുന്ന് ബേസിക് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇങ്ങനെ സബ്സ്റ്റേഷനിൽ അവിടെ എൻ്റർ ചെയ്യാൻ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിനുവേണ്ടി അതെല്ലാം പഠിച്ചു. പിന്നീട് കുറെ നാള് ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ പോയി. അപ്പോഴും PSC മനസ്സിലില്ല. ഇല്ല ഓക്കെ. എന്താ മാരേജ് കഴിഞ്ഞപ്പോ ഒന്നല്ലെങ്കിൽ PSC അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിക്കുമല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലി. അത് വെച്ച് ഗൾഫിൽ ബിടെക് ബേസ്ഡ് ജോബ്സ് നോക്കാന്ന് വിചാരിച്ചാണ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാം KCB സബ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഈ സബ് എഞ്ചിനീയർ നമ്മൾ ഓൾറെഡി KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു എക്സാം വിളിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാദർ സബ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ആ പോസ്റ്റിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് PSC. ഈ ഫസ്റ്റ് എക്സാമിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. എങ്കിലും ഈ 2000 സപ്ലിമെന്ററി ലിസ്റ്റിലെങ്കിലും വന്നല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നീട് ഗൾഫ് ഒഴിവാക്കി ഓക്കെ. അപ്പൊ ഒരു തീരുമാനം എടുത്തു എന്തായാലും ഇതിൽ തന്നെ പോവാം. കണ്ടിന്യൂ ചെയ്യാന്ന് തീരുമാനം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രിയാസ് ശരിക്കും ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റ് ഇവൻ ദോ അത് ഏകദേശം ജോലി കിട്ടാൻ പാടാണെന്ന് അറിയാം ആ റാങ്കിൽ, എന്നിട്ടും അതൊരു പോസിറ്റീവ് ആയിട്ട് എടുത്തു അല്ലെ? അതെ തീർച്ചയായും. ശരിക്കും അതാണോ ടേണിംഗ് പോയിന്റ്? സബിൽ വന്നതാണ് ടേണിംഗ് പോയിന്റ്. നോട്ടിഫിക്കേഷൻ വന്നാണ് ടേണിംഗ് പോയിന്റ്. ഓക്കെ. അപ്പോഴും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ, അത് കിട്ടുമോ? കാരണം PSC ആണ് ഒരുപാട് നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ തന്നെ ബിടെക്കിനും ഡിപ്ലോമയ്ക്കൊക്കെ നന്നായി പഠിച്ചവരുണ്ട്, അവരോടെയാണ് ഞാൻ ഓടാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പൊ ആ സെൽഫ് ഡൗട്ട് ഒക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ്. കോമ്പറ്റേറ്റീവ് എക്സാം അങ്ങനെ ഒരു മെന്റാലിറ്റിയിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഇതെല്ലാം അറിയണം, എല്ലാം ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, കോൺസെപ്റ്റ് നന്നായി അറിയണം. ഓക്കെ. ആ ഒരു താല്പര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മളിങ്ങനെ പഠിച്ചു വന്നപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതെന്നെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് പറ്റും എന്നുള്ള തോന്നൽ വന്നു. ലിസ്റ്റ് എല്ലാം വന്നപ്പോ ഒന്നുകൂടെ നമ്മളൊന്ന് ബൂസ്റ്റ് ആയി. റിയാസിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സബ്ജക്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു, അല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാം അല്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺസെപ്റ്റ് പഠിക്കുക, ഇലക്ട്രിക്കലിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. കോൺസെപ്റ്റ് പഠിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്തിരി സമയം എടുക്കുന്നതാണ്. അതെങ്ങനെയാണ് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നോ? അതിൽ മടുപ്പ് തോന്നിയോ? അതൊന്ന് പറയാമോ? ഇല്ല, ഞാൻ എക്സാമിന് ഒരുപാട് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ്. ആരോടാണ് മത്സരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഫസ്റ്റ് എനിക്ക് ഇലക്ട്രിക്കലുമായി യാതൊരു ബന്ധമില്ല. അപ്പോൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ അതിന് റെഡി ആയിരുന്നു. പിന്നെ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ട്രാക്കിലെത്തിയ പിന്നെ നമുക്ക് ടൈം കിട്ടും. അത് ആദ്യം പഠിച്ചിട്ട് അതിനുശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? സ്റ്റഡി ഒരു ദിവസം ഒരു ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മളൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന പോവുക? അതായത് അത് ചിലപ്പോൾ ഇത്ര ഒരു മാസം എടുത്തായിരിക്കും നമ്മൾ തീർക്കുക. അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്? എങ്ങനെയായിരുന്നു പഠിക്കുന്നത്? അതിന്റെ റിവിഷൻ എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? കാരണം ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും ഡൗട്ടുള്ള ഏരിയാസ് ആണ്. എങ്ങനെയായിരുന്നു അത്? സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതൊന്നും ചെയ്തിരുന്നില്ല. ക്ലാസ് കാണും, നോട്ട് എഴുതും, അത് പഠിക്കും. പിന്നീട് ഒരു അടുത്ത ടോപ്പിക് എടുക്കും. ഒരു 10 ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ മറന്നിട്ടുണ്ടാവും. അത് വീണ്ടും വന്ന് റിവൈസ് ചെയ്യും. പിന്നെ അടുത്ത ടോപ്പിക് കൂടി വീണ്ടും. അപ്പൊ ഈ ബേസിക് സ്ട്രോങ് ആയി. പിന്നീടുള്ള എക്സാമിനൊക്കെ ബേസിക് നോക്കിയിട്ടില്ല, നോക്കേണ്ട കാര്യമില്ല. അത്രയും സ്ട്രോങ് ആയി പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. ഒരു ആദ്യം പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസും നോക്കുക. അപ്പം നമ്മളൊരു മൊഡ്യൂൾ ഇപ്പോൾ പഠിച്ചാൽ അപ്പം തന്നെ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാറില്ല. 2-3 മൊഡ്യൂൾ കഴിഞ്ഞ് റിവൈസ് റിട്ടേൺ വരും. അത് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യനിലേക്ക് വരും. അപ്പം നമുക്കറിയാം നമ്മൾ ഏത് ഭാഗമാണ് ശരിക്കും പഠിക്കാത്തത്,
ഏത് ഭാഗമാണ് മറന്നു പോകുന്നത്, കൂടുതലും മറന്നു പോകുന്ന ഭാഗം. അപ്പൊ അടുത്ത റിവിഷനിൽ അവിടെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് കൂടുതൽ പഠിക്കും. സമയം കൊടുക്കും. ഓക്കെ. അപ്പൊ അത് വർക്ക്ഔട്ട് ആയോ? അത് ആ ഒരു സ്ട്രാറ്റജി റിയാസിന് നന്നായിട്ട് വർക്ക്ഔട്ട് ആയോ? നന്നായിട്ട് വർക്കൗട്ടായി. നമ്മള് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചു എന്ന് വിചാരിച്ചാലും അപ്പൊ പോരായ്മകൾ അതെ മനസ്സിലാവുന്നു. അതെ ഓക്കെ. അത് ഒരു മൊഡ്യൂൾ പഠിച്ച ഉടനെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ് ബെറ്റർ, കുറച്ച് കഴിഞ്ഞ് നോക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. റിയാസ്, നമ്മൾ ഈ ഒരു PSCയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒട്ടും എളുപ്പമുള്ളൊരു പരിപാടിയല്ല. കാരണം ഒത്തിരി സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ച് പോയി എഴുതുന്ന എക്സാം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്ന പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലർ കരയാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഇന്റർവ്യൂസിൽ കുട്ടികൾ പറയാറുണ്ട്. അങ്ങനത്തെ മെന്റലി ഡൗൺ ആയ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് റിയാസ് മെയിൻറ്റെയിൻ ചെയ്തത്? അതൊന്ന് പറയാമോ? അത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ 2 എക്സാമിനാണ് അത് കൂടുതൽ ബാധിച്ചത്. സ്റ്റാർട്ടിങ് KCB സബ് എഞ്ചിനീയർ എക്സാം ആയിരുന്നു. പിന്നെ ഉറക്കൊന്നും ഇത് നമുക്ക് നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം ഇരിക്കാനൊക്കെ തോന്നും. പിന്നെ കഴിയാതെ ആകുമ്പോൾ മെന്റലി ഡൗൺ ആവും നമ്മൾ. പിന്നെ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനും ഒരു എക്സാം പാറ്റേണിൽ കുറച്ച് മിസ്റ്റേക്സ് പറ്റി ഈ 100 ക്വസ്റ്റ്യൻ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റിയില്ല. ഓക്കെ. അത് കഴിഞ്ഞൊക്കെ എത്തിയപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് പഠിച്ച് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കി ഉറങ്ങി പോയി ആദ്യം എഴുതിയ എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ. ഓക്കെ. അതിന് എത്ര റാങ്ക് ഉണ്ടായിരുന്നു? അതിന് 6 റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നീട് വന്ന എക്സാമിനെല്ലാം നമ്മൾ ഫ്രീ ആണ്, മൈൻഡ് ഫ്രീ ആണ്. കാരണം സബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആ ഒരു 3-4 മാസം പഠിക്കുക, റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കുക, സ്ട്രാറ്റജി കറക്റ്റ് ആക്കിയാൽ മതി. കറക്റ്റ് ആക്കി. ഓക്കെ. നമുക്ക് എക്സാം ടൈമിലൊക്കെ സന്തോഷമാണ്. പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെന്റാലിറ്റിയിലെത്തും. ഈ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കതിൽ പറ്റിയ മിസ്റ്റേക്സ് മനസ്സിലായി. എക്സാമിന് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി ഫെയിലിയർ ആയിരുന്നു. പിന്നെ പഠിച്ചതിൽ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നില്ല, നന്നായി ഉറങ്ങിയിരുന്നില്ല. ഇതെല്ലാം ചെയ്തു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ട്രേഡ്സ്മാൻ എഴുതിയത്. ഇതെല്ലാം ഓക്കെ ആക്കി ഒന്ന് ട്രേഡ്സ്മാൻ എഴുതി. സെറ്റായി. ഇപ്പോൾ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പല പല ആസ്പെക്റ്റിൽ. അതിൽ ഏറ്റവും വലിയ സാക്രിഫൈസ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു റിയാസ് ചെയ്ത സാക്രിഫൈസസ്? നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല ഉള്ളവരും അതെ അതെ എഫക്റ്റഡ് ആവും. അതെ അതെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാരേജ് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. ഓക്കെ. അന്ന് പഠിക്കാൻ ഒരുപാട് ടൈം പഠിക്കാനാണ് ഞാൻ ചെയ്തത്. സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ മാരേജ് കഴിഞ്ഞ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫ്രണ്ട്സായിട്ട് കുറച്ച് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. അപ്പോൾ അവരുമായി ഇങ്ങനെ കറങ്ങാൻ പോയെന്നും നൈറ്റ് കുറച്ചു നേരം എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് പുറത്ത് കുറച്ചേരം ഇരിക്കുക, പിന്നെ ഇടയ്ക്ക് കറങ്ങാൻ പോവുക. കുറച്ച് കൂടുതൽ സമയം ഫ്രണ്ട്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഈ സബ് എഞ്ചിനീയർ എക്സാമിന് പഠിക്കാതിരുന്നതിന് ശേഷമാണ് അവര് വീട്ടിന് 10 കിലോമീറ്റർ അപ്പുറം എങ്ങോട്ടേലും പോവാന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോണ ഒരാളാണ്. സാധാരണ അറിയാലോ, ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നതിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന എന്റെ ഫ്രണ്ടാണ്. അപ്പോ അവരെ എങ്ങോട്ട് വിളിച്ചാലും പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഈ സബ് എഞ്ചിനീയർ എക്സാം ടൈമിലാണ് അവര് മണാലി, ഡൽഹി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാനൊന്നും പോയില്ല. ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലുള്ളവർക്കായിരുന്നു അത്ഭുതം. പോണില്ല എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഇമ്പോർട്ടൻസ് മാറി. അപ്പൊ പ്രയോറിറ്റി മാറി. ഒരു ചെറിയ ഗ്യാപ്പായിരുന്നു. ഇപ്പൊ വീണ്ടും പോവാം. അപ്പൊ ഈ അന്ന് ഈ സാക്രിഫൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എന്താ പറയാ? അവർക്ക് അതിശയായിരുന്നു. കാരണം ഇങ്ങനെ ഇരുന്ന് പഠിക്കണല്ലോ. കുറെ കാലമായിട്ട് ഇങ്ങനെ ആയിരുന്നില്ല. 10ാം ക്ലാസ് വരെയൊക്കെ നന്നായി പഠിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നീട് ഇങ്ങനെ ഒന്നും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഒരു 10-12 വർഷമായിട്ട് ഇങ്ങനെ ഉള്ള ആള് പെട്ടെന്ന് പഠിക്കാതിരിക്കുമ്പോൾ ആദ്യം അവർക്ക് അതിശയായിരുന്നു. പിന്നെ ഓരോ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ പേര് വന്നു തുടങ്ങിയപ്പോ എനിക്ക് കിട്ടുന്നു. പിന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇത് കിട്ടിയപ്പോ എസ്പെഷ്യലി ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്, ഫ്രണ്ട്സിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? അവരോട് പറഞ്ഞപ്പോ അവർക്ക് അത്ഭുതമായിരുന്നു. കേരളത്തിലെ ലിസ്റ്റ് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചില്ലേ. ജില്ലാടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാരും ഹാപ്പി ആവും. സ്വീകരണമൊക്കെ തന്നോ? സ്വീകരണമല്ല, അവര് ചെലവാണ് ചോദിക്കുന്നത്. ഡെയിലി ചെലവ് ചോദിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികളും ചോദിക്കുന്നത് ഒരു ജോലിയോടൊപ്പം പഠിക്കാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ്, സമയമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ്.
എങ്ങനെയാ റിയാസ് എങ്ങനെയാ അതിനെ കാണുന്നത്? ജോലിയോടൊപ്പം പഠിക്കാൻ തീർച്ചയായും പറ്റും. കാരണം ഇപ്പോൾ എല്ലാ ലിസ്റ്റിൽ എടുത്താലും ജോലിയുള്ളവരും ഒരുപാട് പേര് വരുന്നുണ്ട്. ഓരോ ജോലിക്ക് കിട്ടുന്ന ടൈം വ്യത്യാസം ഉണ്ടാവും, ഫ്രീ ടൈം വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് ടൈം കുറയ്ക്കാന്നുള്ളൂ, മുഴുവനായിട്ട് അതൊന്നും പോവാറൊന്നുമില്ല. ടൈം കുറയ്ക്കും, റിയാസ് അതായത് സോഷ്യൽ മീഡിയ ഒക്കെ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകും. ഇടയ്ക്കൊന്നും എടുത്ത് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ ഓക്കെ. പക്ഷെ ടൈം കുറച്ച് കൊണ്ടുവരും. അതായത് എക്സാം ഒക്കെ അടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഒന്ന് ഒഴിവാവുക, എക്സാമിന്റെ അടുത്ത സമയത്തൊക്കെ അങ്ങനെയാണ്. ആ ഒരു 3 ദിവസമൊക്കെ മുന്നേ ഒന്നും പിന്നെ അതില് നമ്മൾ ആലോചിക്കില്ല. ആലോചിക്കില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കോളേജിലാകുമ്പോൾ നമുക്ക് എല്ലാവരും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മളുടെ ആവശ്യം യൂണിവേഴ്സിറ്റി പാസ്സാവുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു പി എസ് സിയിലേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നോ? പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏതൊക്കെ ലെവലിൽ പഠിക്കേണ്ടി വരും എന്നുള്ള ധാരണ വല്ലതും ഉണ്ടായിരുന്നു? ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വഴിക്ക് ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അതിനെപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാറി. സബ് സ്റ്റേഷനിൽ കുറെ പേര് ജനറൽ പി എസ് സി ഒക്കെ പഠിച്ചിരുന്നു. കുറെ പേര് നമ്മുടെ പാത്തല്ല, മൈൻഡ് ചെയ്യാറില്ല. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക, OMR ആണെന്ന് പോലൊക്കെ പിന്നീട് അറിയണേ. കൊച്ചിനൊക്കെ ജോയിൻ ചെയ്ത് അത്രയും വേണ്ടാന്ന് വിചാരിച്ചിരുന്നൊരു മേഖലയാണ്. ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നു, അതായത് ഒരു ദിവസം എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു, പഠിക്കാൻ വേണ്ടി എത്ര ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ദിവസം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിനെന്താണ് റിയാസിന് പറയാനുള്ള ആൻസർ? കിട്ടുന്ന സമയം മുഴുവൻ പഠിക്കും. പിന്നെ എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു പഠിപ്പല്ല, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എൻ്റെ ഒരു ട്രാക്കിൽ കയറിയ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഞാൻ ആ സമയത്തും ഫുട്ബോൾ കളിക്കാൻ പോകും, കറങ്ങാൻ പോകും, ഫാമിലിയുടെ കൂടെ കറങ്ങാൻ. സബ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തതും സെയിം ഏജുകാരാണ്. അപ്പോൾ അവരുടെ കൂടെ കറങ്ങാൻ പോകും. ബ്രേക്ക് ഉണ്ട്. എല്ലാം ലിമിറ്റ് ചെയ്യുന്നത് എക്സാമിന്റെ ഒരു 2 മാസം മുന്നെയാണ്. എല്ലാം വേണ്ടാന്ന് വെക്കുന്നത് എക്സാമിന്റെ 2 ആഴ്ച മുന്നേ. ആ സമയത്ത് ഫുൾ പഠിത്തം മാത്രമേ ഉള്ളൂ. ഓക്കെ. അതായത് കിട്ടാവുന്ന എല്ലാ സമയവും പഠിക്കാൻ ശ്രമിക്കും. അതെ. എക്സ്ട്രാക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കും അല്ലേ? അല്ലാതെ ഇന്ന ഇത്ര അവർ പഠിച്ചാൽ മതി എന്നൊരു ഇതില്ല. ഇല്ല. ഒരു ട്രാക്കിലെത്തുമ്പോൾ നമുക്ക് ഇത്ര അവേഴ്സ് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നമ്മൾ ബോധേഡ് ആവുക, മിസ്സാവുന്ന അവേഴ്സിനെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സബ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഡ്യൂട്ടി, ഒരു ഷിഫ്റ്റ് പറഞ്ഞാൽ 6 അവേഴ്സാണ് അവിടെ ഡ്യൂട്ടി വരിക. ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കും 2 ക്ലാസ് കേട്ട് നോട്ട്. ചിലപ്പോൾ അവിടെ പോയാൽ കുറച്ച് വർക്ക് വരും. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരുപാട് വർക്ക് വരും. അവിടെ വർക്ക് വന്നാൽ നമുക്ക് ആ വർക്കിലെ ശ്രദ്ധിക്കണം. കാരണം ആക്സിഡൻസ് കൂടുതലുള്ള മേഖലയാണ്. അപ്പൊ അന്ന് ആ 2 ക്ലാസ് അവിടുന്ന് തീർക്കാൻ പറ്റില്ല. രാത്രി വീട്ടിൽ വന്ന് കേൾക്കാം. അപ്പൊ രാത്രിക്ക് പഠിക്കാൻ വേറെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് പെൻഡിങ് ആയി. നമ്മളത് കവറപ്പ് ചെയ്യും എങ്ങനെയെങ്കിലും. ഇപ്പൊ റിയാസ് പഠിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്? അതായത് ഇപ്പോ നമ്മളുടെ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ നമുക്ക് കോൺസെപ്റ്റ് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്യണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി ഒന്ന് പറയാമോ? ബേസിക്സ് സാറിന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി കണ്ടിരുന്നു. പഠിച്ചു വരുമ്പോൾ നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. മാഗ്നറ്റിസം പഠിച്ച് മെഷീൻസ് ഒക്കെ പഠിക്കുമ്പോൾ തമ്മിലുള്ള കണക്ഷനൊക്കെ അറിയുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനൊരു താല്പര്യം വരും. അപ്പൊ അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നിയിരുന്നില്ലേ? അതായത് ഒരുപാട് സമയം പോകുന്നു, ഇത്രയൊക്കെ കോൺസെപ്റ്റ് പഠിക്കണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് തോന്നിയിരുന്നോ? നേരത്തെ തുടങ്ങി. പക്ഷേ റിവിഷനൊന്നും കറക്റ്റായി ഒരു 1-2 എക്സാം കറക്റ്റായി പോകാൻ പറ്റിയില്ല. അത് നമ്മളൊരു ട്രാക്കിലെത്തിയാലാണ് ഐഡിയ കിട്ടുക. സബിനൊക്കെ സപ്ലിമെന്ററിയിൽ വന്നപ്പോൾ സാധാരണ എല്ലാവർക്കും വിഷമമാണ് വരിക. അതായത് ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിലായി പോയെന്ന്. റിയാസ് അത് നേരെ തിരിച്ചാണ് എടുത്തത്. ഒരു പോസിറ്റീവായിട്ട് എടുത്തത്. അതൊന്ന് പറയാമോ? കാരണം അത് പലർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം എല്ലാവരും വിചാരിക്കുക സപ്ലിമെന്ററി ലിസ്റ്റ് വരുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയല്ലേ ആയുള്ളൂ എന്നാണ്. റിയാസ് അത് ഒരു വളരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റിംഗ് ആയിട്ടാണ് എടുത്തത്. അതൊന്ന് പറയാമോ? 2015-16 കഴിഞ്ഞത്. ഇയർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു എക്സാം എഴുതാണ്. ഇത്രയും പേര് എഴുതുന്ന എക്സാമാണ്. അറ്റ്ലീസ്റ്റ് ഈ 2000 പേരിൽ വന്നല്ലോ, അങ്ങനെ ഞാൻ ചിന്തിച്ചുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കിട്ടിയല്ലോ, അടുത്തെല്ലാം ഒന്നുകൂടെ ബെറ്റർ ആവുമെന്ന് നോക്കാം. അതാ പിന്നെ ഗൾഫ് പ്ലാൻ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ് കിട്ടി. അടുത്തത് എക്സാം ആയിരുന്നു. പക്ഷെ അതിലും സപ്ലിമെന്ററിയില വന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ ചെറിയ ലിസ്റ്റാണ്. അപ്പൊ അതിനങ്ങനെ കണ്ടുള്ളൂ. പിന്നീട് അത് ഇത് രണ്ടും സപ്ലിമെന്ററിയിൽ വരാൻ എൻ്റെ പഠിപ്പിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ പഠിച്ചുകൊണ്ടാണ് ഇതെല്ലാം സപ്ലിമെന്ററി ആയത്.
ഇതെല്ലാം ഫോളോ ചെയ്ത് ഞാൻ പഠിച്ച ആദ്യത്തെ എക്സാം ട്രേഡ്സ്മാൻ ആണ്. അത് എനിക്ക് 6 റാങ്ക് കിട്ടി. 6 റാങ്ക് കിട്ടി. അപ്പൊ ഞാൻ അതിൽ 6 റാങ്കുള്ള എനിക്ക് ഞാൻ കൂടുതൽ സബ്ജക്റ്റ് ഒന്നും അതിനു വേണ്ടി പഠിച്ചിട്ടില്ല. ഓക്കെ. സ്ട്രാറ്റജി മാറ്റി നോക്കിയുള്ളൂ. ഇതിൽ 6 റാങ്കുള്ള ഞാൻ അറ്റ്ലീസ്റ്റ് സബിൽ 600 വരേണ്ട എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ടുള്ള മാറ്റിയ സ്ട്രാറ്റജീസ് എന്തായിരുന്നു? നമ്മളൊരു 6 മാസമെങ്കിലും നമുക്ക് കിട്ടും. പ്രിപ്പറേഷൻ കിട്ടും. 4 മാസം സബ്ജക്റ്റ് പഠിക്കുക. ഇങ്ങനെ പോലും കുറച്ച് പുതിയത് പഠിക്കാനുണ്ടാവും. സിലബസിലെ ചേഞ്ചസ് കൊണ്ട്. അതെല്ലാം 4 മാസം കൊണ്ട് പഠിക്കണം. ഇന്നത്തെ 2 മാസം റിവിഷൻ പ്ലസ് പഠിത്തമാണ്. അപ്പോൾ അതിൽ ഞാൻ ഫോളോ ചെയ്യാറ് 10 മൊഡ്യൂൾ ഉണ്ടാവും. ഓരോ മൊഡ്യൂളും 3 ദിവസം കൊടുത്തു ഒരു 30 ദിവസം. അടുത്ത സ്റ്റേജിൽ 1.5 ദിവസം ഒരു മൊഡ്യൂളിന് കൊടുക്കും. അങ്ങനെ ഒരു 15 ദിവസം. ക്വസ്റ്റ്യൻസിനായിട്ട് 2 നോട്ട് കൊടുക്കും. അതും റിവൈസ് ചെയ്യും. ലാസ്റ്റ് വീക്ക് നമ്മൾ ലാസ്റ്റ് 2 ദിവസം ഫ്രീ ആക്കി വെക്കും. പക്ഷെ ഫ്രീ ആവില്ല, എന്നാലും കുറച്ചൊന്ന് റിലാക്സ് ആവാം. അവസാന ടൈമിൽ ഉറങ്ങാനുള്ളൊരു പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ഞാൻ ഈ സബിനും എയ്ക്കൊന്നും ഉറക്കം കുറവായിരുന്നു. ട്രേഡ്സ്മാന് നന്നായി ഉറങ്ങിപ്പോയി. ഞാൻ സാറിനോട് പറഞ്ഞു അരമണിക്കൂർ മുന്നേ എൻ്റെ എക്സാം കഴിഞ്ഞത്. അപ്പോൾ ഉറക്കം പക്ഷെ നമുക്ക് അപ്പം തോന്നില്ല. അത് എങ്ങനെയും പഠിച്ച് കുറച്ചും കൂടെ ഒക്കെ പഠിക്കാമെന്നേ തോന്നുള്ളൂ. പക്ഷെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ 80 to 90% നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെത്താൻ. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട്, അതായത് ഈ ഒരു സ്ട്രാറ്റജിയിൽ വന്ന മാറ്റവും എക്സാമിന് മുമ്പുള്ള 2 ദിവസം നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ തന്നെ റിവിഷന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ റിയാസ് പറയുന്നത് ഇപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുന്ന ഈ ടോപ്പ് ഫസ്റ്റ് റാങ്ക്, അതുപോലെ തന്നെ 6ാമത്തെ റാങ്ക് 12ാമത്തെ റാങ്ക് ഒക്കെ വന്നത് കാര്യമായിട്ടുള്ള പഠനമല്ല മാറിയത്. സ്ട്രാറ്റജിയാണ് കംപ്ലീറ്റ്ലി മാറ്റിയത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ റിയാസ് തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അതായത് ശരിക്കും ആദ്യമൊന്നും അത് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇവൻ ദോ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഫോളോ ചെയ്തിരുന്നില്ല എന്ന്. അപ്പോൾ എന്താണ് ഇത് കാണുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണ്? അതായത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു പഠിത്തത്തിൽ നിങ്ങൾ റിയാസ് ചെയ്ത മിസ്റ്റേക്സ് എന്തായിരുന്നു മെയിനായിട്ട്? നമുക്കിത് പഠിയും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിയും. 2 ഓപ്ഷൻ ഉണ്ട്. ഫെയിലായി പഠിക്കാം. റിയാസ് ചെയ്ത പോലെ. അതെ, ഞാൻ അങ്ങനെ പഠിച്ച്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് അന്ന് കേട്ടില്ല. 2 എക്സാം ഫെയിലായി. അപ്പോൾ മാറ്റി നോക്കി ട്രാക്കിലെത്തി. എങ്കിൽ ഫസ്റ്റ് ആദ്യം തൊട്ടേ നമ്മളിത് ഫോളോ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ്. അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും നടക്കില്ല. പിന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് നോട്ട്സ് ഫോട്ടോ വെച്ച് PDF ഉണ്ടോ. അത് നമ്മൾ സാറ് പറയുന്ന പോലെ സ്വന്തം കൈപ്പടയിൽ നോട്ട് നിർബന്ധമാണ്. അതിന് മടി വിചാരിച്ചിട്ടേ ചിലപ്പോൾ ഞാൻ ബിടെക് പഠിക്കും ഒരു ഇയറിന് ഒരു നോട്ട് ബുക്ക്. സെക്കൻഡ് ഇയർ അടുത്ത ഇയർ മാറുമ്പോൾ പുതിയ നോട്ട്ബുക്ക് വാങ്ങുന്നത് ഇത് ഫില്ലായിട്ടല്ല. പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രഷ് നോട്ട്ബുക്ക് വാങ്ങും. പക്ഷെ എനിക്ക് കോച്ചിങ്ങിൽ ബേസിക് നോട്ട്, ഫണ്ടമെന്റൽസിന് നോട്ട്, ഓരോ മെഷീനും ഒരു നോട്ട്, പവർ സിസ്റ്റത്തിന് 2 നോട്ട്, ഇലക്ട്രോണിക്സിന് 2 നോട്ട്, ക്വസ്റ്റ്യൻസിന് മാത്രം, പിന്നെ ഇതെല്ലാം കൂടെ ഒരു ഷോർട്ട്. ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യം. ഞാൻ വെറുതെ ആണെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നോട്ട് ഇല്ലാതെ PSC എക്സാമിന് നമുക്ക് ടോപ്പ് ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം ആയിട്ട് നോട്ട് ഉണ്ടാക്കാതെ? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറ്റില്ല. ഓക്കെ. ചില ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ആൻസർ നോട്ടിൽ അങ്ങനെ ഓർമ്മ വരും. നമ്മൾ ബോക്സിലൊക്കെ വരച്ചിട്ടുണ്ടാവും. അതാണ് ഇതെന്നൊക്കെ ഓർമ്മ വരും. അത് എഴുതിയാലേ എക്സാം ഹാളിൽ അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഓക്കെ. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ് മോക്കൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റ് തന്നെ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകും. റിയാസിന് അങ്ങനെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ അക്കാഡമിയുടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞു. ഇപ്പോൾ സബ്ബാണ് ആദ്യം എഴുതിയ പരീക്ഷ എന്ന് പറഞ്ഞു. അതിന് മുമ്പും കുറേ പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ മാർക്കൊക്കെ എങ്ങനെയാണ് റിയാസ് എടുത്തത്? അതിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മാർക്ക് കുറവായിരുന്നു? ആദ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫിസിക്സ് ഒക്കെ ആയി പഠിച്ചത്. കാരണം ആദ്യമായിട്ടാണ് ഇത് പഠിക്കണേ. അപ്പോൾ പഠിച്ചു, അടുത്ത ടോപ്പിക്ക് പഠിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് മറന്നു. അപ്പോൾ വീണ്ടും ബേസിക്സ് പഠിച്ചു. അടുത്ത പിന്നെ മെഷീൻസ് പഠിച്ചപ്പോൾ ഇത് മാറും. അപ്പോൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ബേസിക്സിൽ സ്ട്രോങ് ആയിരുന്നു. അതെനിക്ക് പിന്നീട് എല്ലാ എക്സാമിനും ഉപകാരമുണ്ട്. ബേസിക്സ്, ഫണ്ടമെന്റൽസ്, മെഷീൻസ്. ഇത്രയും ഞാൻ ഫസ്റ്റ് എക്സാമിന് തന്നെ 20 പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ മറക്കും. അന്ന് ഇതറിയില്ലല്ലോ, മറക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ റിവൈസ് ചെയ്തില്ല. അവസാനത്തേക്കൊക്കെയാണ് റിവൈസ് ചെയ്ത് കവറപ്പ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഇടയിൽ റിവൈസ് ചെയ്ത് എൻ്റെ ഒരുപാട് സമയം പോയി.
അങ്ങനെയാണ് എനിക്ക് ഇലക്ട്രോണിക്സ് ഒന്നും നോക്കാൻ പറ്റാ ഈ സബ് എഞ്ചിനീയർ എക്സാം. അപ്പോൾ ആ ബേസിക്സ് നന്നായി അറിയുന്ന കാരണം ഫസ്റ്റ് എക്സാമിലൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മെഷീൻസ് ഒക്കെ എക്സാം എഴുതും ഒരു മാർക്ക് കുറഞ്ഞു വന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാതെ ശരി. അത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ അതാണ് ചോദിക്കുന്നത്. കാരണം പല കുട്ടികളും മാർക്ക് കുറയുമ്പോഴോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ച അപ്പം പിന്നെ അവസാനം എഴുതാം എന്ന് വിചാരിക്കും അല്ലേ? അങ്ങനെ എഴുതാത്തത് മനഃപൂർവ്വമല്ലല്ലോ. അവസാനം എഴുതാമെന്ന് മാറ്റി വെക്കുന്നതല്ലേ? അപ്പൊ അതെന്താ തോന്നുന്നത്? റിയാസിന് എന്താ തോന്നുന്നത്? അങ്ങനെ മാറ്റി വെക്കാൻ പാടുണ്ടോ? ഏറ്റവും അവസാനം നമ്മൾ ഒരു മൊഡ്യൂൾ പഠിച്ച് അതിന്റെ ടെസ്റ്റ് ഒരു 2 മൊഡ്യൂളുടെ കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ എഴുതിയിട്ട് നമുക്ക് എല്ലാം കിട്ടിയിട്ട് കാര്യമില്ല. 2 മൊഡ്യൂൾ കഴിഞ്ഞ് റിട്ടേൺ വന്ന് എഴുതാം. അറ്റൻഡ് ചെയ്തിരിക്കണം. കാരണം അപ്പോഴാണ് ചില ടോപ്പിക്ക് നമ്മൾ പഠിച്ച രീതി ഇങ്ങനെ അല്ലായിരുന്നു എന്ന് ചില ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് പഠിച്ചു പോയിണ്ടാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതി മാറ്റാനൊക്കെ നമുക്ക് സഹായിക്കും അത്. നമ്മുടെ ആ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ല് മാറ്റും അല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യണം. പക്ഷെ എല്ലാം കൂടെ ലാസ്റ്റ് മനസ്സിലായി. എല്ലാം കൂടെ അവസാനത്തിൽ വെച്ചാൽ നടക്കില്ല. മോക്കൊക്കെ എഴുതുമ്പോ എത്ര റാങ്ക് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്? അതൊക്കെ 10ന്റെ ഉള്ളിൽ വരാറുണ്ട്. 25ആയി 50ന് പുറത്തായപ്പോൾ നിർത്തി. ശരി. പഠിച്ചിട്ട് എഴുതാന്ന് വിചാരിച്ചു. പിന്നെ സബിനും എയ്ക്കും പിന്നെ എനിക്ക് അങ്ങനെ എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻസ് കുറെ നോക്കണം, സ്ട്രാറ്റജി ഫോളോ ചെയ്യണം എന്നൊക്കെ ആയപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ എത്ര റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്? അതായത് ഇത് സപ്ലിമെന്ററി ലിസ്റ്റ് തൊട്ട് ഒന്ന് പറയാമോ? സബ് എഞ്ചിനീയർ KCB സബ് എഞ്ചിനീയർ KCB സപ്ലിമെന്ററി ആണ്. പക്ഷെ ഞാൻ അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. സപ്ലിമെന്ററി വന്നപ്പോൾ പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ PWD ലൈൻമാൻ ആലപ്പുഴ PW ലൈൻമാൻ 3rd റാങ്ക്. 3rd റാങ്ക്. ഓക്കെ. ട്രേഡ്സ്മാൻ 6th റാങ്ക് വന്നു. ഇലക്ട്രീഷ്യനിൽ 12th റാങ്ക്. വയർമാനിൽ ഫസ്റ്റ് റാങ്ക്. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് അതായത് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഫസ്റ്റ് റാങ്ക് ഞാൻ ഫസ്റ്റ് റാങ്ക് സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നോ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന്? ഏതെങ്കിലും ഒരു എക്സാമിന് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നമ്മൾ കുറച്ച് ഇത് വർക്ക് ചെയ്ത് 6ാം റാങ്കിലെത്തി, 3ാം റാങ്കിലെത്തി, 1ലെത്തും എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ കിട്ടിയത്. അപ്പൊ അത് ആ കിട്ടിയ മൊമെന്റ് എങ്ങനെയാണ്, ഓർമ്മയുണ്ടോ? അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ മൊമെന്റ് അല്ലെങ്കിൽ അത് ആദ്യം ആരോടാ പറഞ്ഞത്? എന്താ തോന്നി ആ ഫസ്റ്റ് റാങ്ക് നമ്മൾ PSCയുടെ സൈറ്റിൽ നോക്കുമ്പോൾ PDF കാണുമല്ലോ. അപ്പൊ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. ഞാൻ 2ഓ 1ഓ പ്രതീക്ഷിച്ചിരുന്നു. ഇന്റർവ്യൂവിന്റെ മാർക്ക് അനുസരിച്ച് മാറാലോ. റാങ്ക് കിട്ടിയപ്പോൾ സന്തോഷം തോന്നി. ഞാൻ PSCയുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും ആദ്യം വാക്കാനായിരിക്കും. കാരണം ഞാൻ 16ൽ കോഴ്സ് കഴിഞ്ഞ് എന്റെ പിന്നാലെ നടന്ന് PSC എഴുതിയെന്ന് കേൾക്കാതെയാണ് ഞാൻ 2021 എന്റെ ഇഷ്ടപ്രകാരം PSC എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇതിന്റെ എന്ത് റിസൾട്ട് വന്നാലും ഞാൻ അതെ ഇത് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ഉപ്പ എന്താ പറഞ്ഞത്? അപ്പൊ അത് സന്തോഷമായി. അതിന് മുന്നുള്ളതൊക്കെ 12 1ാം റാങ്ക് കിട്ടിയ സന്തോഷമായി. അതിലാണ് പ്രകടിപ്പിച്ച്. ഇപ്പോ റിയാസ് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കേരള PSCയിൽ ഇത്രയും റാങ്ക് ലിസ്റ്റിൽ വന്നു. അതായത് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്ന് സ്റ്റാർട്ട് ചെയ്തു സബില്. അത് കഴിഞ്ഞ് ഈ സപ്ലിമെന്ററി ലിസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ ടോപ്പ് 20, ടോപ്പ് 10 ഫസ്റ്റ് റാങ്ക്. അപ്പൊ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ടോപ്പിൽ വരാൻ റിയാസിനെ സഹായിച്ചത് എന്തായിരിക്കും? റിയാസിന് എന്ത് സ്ട്രാറ്റജി കൊണ്ടായിരിക്കും റിയാസിന് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് എന്നാണ് റിയാസ് വിശ്വസിക്കുന്നത്? എന്തായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ സ്മാർട്ട് വർക്ക് വേണം. ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ സബ് എഞ്ചിനീയറിനാണ്. സബ് എഞ്ചിനീയർ എക്സാമിന് എനിക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണം. നിർത്തരുത്. ഫെയിലിയേഴ്സ് ഉണ്ടായാലും നമ്മൾ കണ്ടിന്യൂ ട്രാക്കിലെത്തിയാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പിന്നെ എല്ലാം വന്നുകൊണ്ടിരിക്കും. അതെ. എങ്ങനെയാ ഈ സ്ട്രാറ്റജി ഷിഫ്റ്റ് വന്നത്? നമുക്ക് സ്ട്രാറ്റജി മാറ്റിയെന്ന് പറയാൻ എളുപ്പമാണ്. എന്തായിരിക്കും അത് ഷിഫ്റ്റ് വരാൻ, അല്ലെങ്കിൽ എന്താണ് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ എന്ത് പറയാൻ പറ്റും? പരീക്ഷണമാണ്. എക്സാമിന് ഇതൊന്നും ചെയ്തില്ല. റിവൈസ് ചെയ്ത് തുടങ്ങിയില്ല. ഈ എക്സാമിന് റിവൈസ് ചെയ്ത് നോക്കി. പക്ഷെ ക്വസ്റ്റ്യൻസ് നോക്കിയില്ല. ഉറങ്ങിയില്ല. പക്ഷെ ഈ എക്സാമിന് ഞാൻ ടഫാന്ന് വിചാരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നീട് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. അത് ഈ ക്വസ്റ്റ്യൻസ് നോക്കി പോയവർ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിരുന്നത് ക്വസ്റ്റ്യൻസ്. അതിൽ ക്വസ്റ്റ്യൻസ് നോക്കിയില്ലല്ലോ. അടുത്ത എക്സാമിന് ഇതെല്ലാം ചെയ്ത് നോക്കി, നന്നായിട്ട് ഉറങ്ങി ചെയ്തു. അപ്പോൾ ടോപ്പിൽ വന്നു.
അപ്പോൾ ഈ ഓരോ മിസ്റ്റേക്ക്, അതായത് റിയാസ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സാം കഴിയുമ്പോഴും മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് അല്ല തളർന്നില്ല അവിടെ. ഇല്ല ഇല്ല ഇല്ല. വീണ്ടും ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്ത് വീണ്ടും അത് അടുത്ത എക്സാമിന് വരാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്തു, പ്ലാൻ ചെയ്തു. പല കുട്ടികളും വിചാരിക്കുന്നത് ഇപ്പോൾ PSC ഒക്കെ ടോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിടെക് സമയത്ത് 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ നമ്മൾ അപ്പോഴേ ടോപ്പർ ആയവർക്ക് മാത്രമേ ടോപ്പിൽ വരാൻ പറ്റൂ. എസ്പെഷ്യലി PSC, അതും ഇപ്പോൾ റിയാസ് ഫസ്റ്റ് റാങ്ക് മേടിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു എക്സാമിലാണ്. അപ്പോൾ സ്റ്റേറ്റിൽ തന്നെ ഫസ്റ്റ് റാങ്ക് ആണ്. അപ്പം അങ്ങനെയൊക്കെ ഫസ്റ്റ് റാങ്ക് മേടിക്കണമെങ്കിൽ സ്കൂളും കോളേജിലും ഒക്കെ ടോപ്പർ ആയിരുന്നാൽ മാത്രമേ സാധിക്കൂ എന്നാണ് പല കുട്ടികളും വിചാരിക്കുക. റിയാസ് എന്താ തോന്നുന്നത്? ഞാൻ 10ാം ക്ലാസ് വരെ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു. പ്ലസ് 1 പ്ലസ് 2 ഇപ്പോൾ താഴോട്ടായി. ബിടെക് ആകുമ്പോൾ സാറിന് ചോദിച്ചില്ല, ബിലോ ആവറേജ് അല്ലേ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അതായിരുന്നു ഞാൻ. ബിടെക് ഒരിക്കലും സബ്ജക്റ്റ് അറിഞ്ഞ് അതിൽ റിസർച്ച് ചെയ്ത് അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, പിന്നെ നോക്കാം എന്നുള്ള. പക്ഷെ ബിടെക് ചേരുമ്പോൾ ആകെ മൈൻഡിലുണ്ടായിരുന്നത് 4 വർഷം കഴിയുമ്പോൾ ഒരു സപ്ലി ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് മേടിക്കണം. അത് അതുപോലെ ചെയ്തത്. അതിൽ കൂടുതൽ ലക്ഷ്യങ്ങളൊന്നും ബിടെക്കിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം എല്ലാവർക്കും പറ്റും. പിന്നെ ഇതെല്ലാം ആവശ്യമില്ലാത്തവരുണ്ടാവും. ആളുകളെ കുറിച്ച് എനിക്കറിയുന്നുണ്ട്. സർക്കിളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോ ആവറേജ് ആയി നിൽക്കുന്നവരും ബിലോ ഏതുവരെയാണ് ബിലോ ആവറേജ് നല്ല ആളുകൾക്കും സുഖമായിട്ട് കിട്ടും. പക്ഷെ ബിടെക് കാലത്ത് പഠിച്ചവർക്ക് ഒരു എനർജി ഉണ്ടാവും. എനർജി ലെവലിലേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ല. പവർ കുറവുള്ള ആൾക്കാരാണ്. കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവരൊരു എനർജി ലെവലിലേക്ക് എത്താൻ പറ്റും. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു കാരണവശാലും നമ്മളെ എന്താ പറയുക പിന്നിലേക്ക് വലിക്കുന്നില്ല, ഫസ്റ്റ് റാങ്ക് മേടിക്കാനാണെങ്കിൽ പോലും. ഇല്ലല്ല. ഓക്കെ. അത് റിയാസിന്റെ ജേർണിയിൽ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ റിയാസിന് സ്വന്തം എഫേർട്ടിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതായത് സ്വന്തം ഹാർഡ് വർക്കിനെ കുറിച്ചും ഈ സ്ട്രാറ്റജിയെ കുറിച്ചും. കാരണം ഇതൊരു ഒരിക്കലും എളുപ്പമുള്ളൊരു ജേർണിയല്ല. കാരണം നമ്മൾ ഇത്രയും നാൾ പഠിക്കുക, ഇത്രയും സമയമെടുത്ത് പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനും ഇലക്ട്രിക്കൽ ബാക്കി ഏതൊരു ബ്രാഞ്ചിനെ കാട്ടി കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് സിലബസ് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ചസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോൺസെപ്റ്റ്സ്, ന്യൂമെറിക്കൽസ് ഒക്കെ തിയറി കുറവാണ്. അപ്പോൾ ഇത്രയും ഒക്കെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കുമ്പോൾ റിയാസിന് എന്താ തോന്നി? ഇപ്പൊ സ്വന്തമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഒരു ആത്മാഭിമാനമൊക്കെ അതെ തോന്നുന്നുണ്ടോ? അതെ തോന്നുന്നുണ്ട്. അത് ആ സമയത്ത് എങ്ങനെ അങ്ങനെ ഒരു ബ്രേക്ക് വന്നെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. പാസ് ഔട്ട് ആയത് തൊട്ട് 21 വരെയുള്ള ബ്രേക്ക് അല്ല, 21 തൊട്ട് 25 വരെ. ഓക്കെ. ആ ഒരു ഗ്യാപ്പ് എങ്ങനെ പോയിന്ന്? അത് എങ്ങനെ പഠിത്തം മെന്റാലിറ്റി മാറി എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല രസമായിരുന്നു അത്. ലാസ്റ്റ് എക്സാംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. നമ്മള് സബ്ജക്ട് ഓൾറെഡി ഏകദേശം അറിയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നന്നായി റിവൈസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് എക്സാമിന് പോയിരിക്കാൻ പറ്റും. ഉറങ്ങി നല്ല ഹാപ്പി ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ല, എന്നോട് നേരത്തെയും പറഞ്ഞിരുന്നു, ഇപ്പോൾ ലാസ്റ്റൊക്കെ എക്സാം എഴുതുമ്പോൾ 1.5 മണിക്കൂറൊന്നും വേണ്ട. ഒരു തവണ ഇൻവിജിലേറ്ററിനോട് നേരത്തെ പൊക്കോട്ടെ എന്ന് ചോദിച്ചു എന്ന്. അതെങ്ങനെയാണ്? അത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അത്രയും ഫാസ്റ്റ് ആയത്? എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? നമുക്ക് നോട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ നോട്ട് ചെയ്യില്ല. ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് നോട്ട് ചെയ്യാനായിട്ട് വേറെ 2 നോട്ടുണ്ട്. ബേസിക്സ് ആണെങ്കിൽ അതിൽ നോട്ട് ചെയ്യും, കുറച്ച് പേജ് വിട്ടിട്ട് മെഷീൻസ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, പിന്നെ പുതിയതായി കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യും. എക്സാം ടൈമിൽ ഇതും റിവൈസ് ചെയ്യും. ഞാൻ 2 തവണ റിവൈസ് ചെയ്യും. അങ്ങനെ പഠിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. ഒന്നും നമുക്ക് സമയം വേണ്ട, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അങ്ങനെ ഞാൻ ട്രേഡ്സ്മാൻ എക്സാം എനിക്ക് 1/2 മണിക്കൂർ മുന്നേ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറെയും പറഞ്ഞു, അതായത് ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പലരും ചോദിച്ചു എന്നും പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ഒക്കെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒരുപാടുണ്ടായിരുന്നു. അതായത് ടൈം എടുക്കുന്ന ക്വസ്റ്റൻസ്. എന്നിട്ട് അതിൽ ഇത്രയും മാർക്ക് എങ്ങനെ സ്കോർ ചെയ്തെന്ന് കുറേ പേര് ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു സ്ട്രാറ്റജി? സ്റ്റേറ്റ്മെന്റ്സ് ഒരു 40-50 ക്വസ്റ്റ്യൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. 40 ക്വസ്റ്റ്യൻ ഒരു 15-20 മിനിറ്റ് തീർക്കാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിൽ ഇരിക്കാൻ സമയമുണ്ട്. നമ്മൾ സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വരാവുന്ന മിസ്റ്റേക്സ് കുറയും ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് തീർക്കണം. അത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. റിവൈസ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് കുറെ ആൻസർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മൈൻഡിൽ വരും, പെട്ടെന്ന് ആൻസർ മൈൻഡിൽ വരും. ക്വസ്റ്റ്യൻസുമായി പരിചയമാണ്. ഡയറക്റ്റ് ഒരുപാട് നമ്മൾ അതിനൊന്നും സമയം കളയണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് അത് എക്സാം ഹാളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജി, ഒരു 3 റൗണ്ട് സ്ട്രാറ്റജി. അപ്പോൾ എങ്ങനെയായിരുന്നു റിയാസ് എങ്ങനെയാണ് എക്സാം അറ്റംപ്റ്റ് ചെയ്തത്? സബ് എഞ്ചിനീയർ എക്സാമിനും എക്സാമിനും ഞാനത് ഫോളോ ചെയ്തിട്ടില്ല.
ഈ എക്സാമിനാണ് എനിക്ക് കൂടുതൽ വിഷമായത്. കാരണം ഒരു 75 ക്വസ്റ്റ്യൻ വരെയാണ് എത്തിയുള്ളൂ. ഒരുപാട് ലെങ്തി പ്രോബ്ലംസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ നമ്മളോട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതിലിരുന്ന് കുറെ സമയം പോയി. വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോഴാണ് ബാക്കി 25 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇല്ലേ അതിലെ വരുന്നത്. ഞാൻ സപ്ലിമെന്ററി പോയത് 2 മാർക്കിന്റെ കുറവ്. അപ്പോൾ പിന്നീട് വരുന്ന എക്സാമിന് ഞാനത് ഫോളോ ചെയ്തു. ആദ്യം അറിയുന്ന 3 റൗണ്ട് സ്ട്രാറ്റജി തന്നെ. റൗണ്ട്സ്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കിട്ടും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് നമുക്ക് ഓടിയെത്തൂലോ. പിന്നെ നമ്മൾ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എക്സാമിന്റെ തലേന്നും അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഞാനിത് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. എനിക്ക് ഇപ്പോഴൊക്കെ തോന്നാറുണ്ട് ഞാനിത് പറയണോ? കാരണം ഇത് ചിലപ്പോൾ അത് ബോറിംഗ് ആയിട്ട് തോന്നുമോ, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇപ്പോൾ റിയാസ് പറയുമ്പോഴും ബാക്കി പലരും പറയുമ്പോൾ എല്ലാവരും ഈ 3 റൗണ്ടെങ്കിലും, അല്ലെങ്കിൽ ചിലർ 4 റൗണ്ടൊക്കെ പോയ ആൾക്കാരും ഉണ്ട്. അതായത് അപ്പോൾ അത്രയും നമുക്ക് മാക്സിമം അറ്റംപ്റ്റ്സ് കൂട്ടാൻ പറ്റും. അതല്ലേ റിയാസും പറയുന്നത്. എന്നാലും കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നമ്മുടെ മൈൻഡിൽ നമുക്ക് അറിയാത്ത ചോദ്യം ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇപ്പോൾ റിയാസ് നേരത്തെ പറഞ്ഞതുപോലെ റിയാസ് 0-ലായിരുന്നു, 0-ന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. PSC താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റിയാസിനെ ആൾക്കാർ കാണുന്നത് ഫസ്റ്റ് റാങ്ക് മേടിച്ച റിയാസിനെ കാണുള്ളൂ. അപ്പോൾ 0-ന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക്, റിയാസ് 0-ന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ 0-ന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ എന്ത് അഡ്വൈസ് ആണ് റിയാസിന് കൊടുക്കാൻ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് തുടങ്ങാം. ഇപ്പോൾ ഞാൻ സബ് ജില്ലർ എക്സാം വന്നപ്പോൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് 53 മാർക്കാണ് ടോട്ടൽ. ഞാൻ ലിസ്റ്റ് നോക്കുമ്പോൾ 75 മാർക്കുള്ളവരുണ്ട്, 50 മാർക്കുള്ളവർ. ഞാൻ ഈ ലിസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതൊക്കെ ഏത് യൂണിവേഴ്സിന്. പക്ഷേ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എക്സാം വന്ന് എനിക്ക് 81.33 മാർക്കായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെ ഇത്ര സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് പോലും 1 മാർക്ക് കിട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കൺസിസ്റ്റന്റ് ആയി സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ ഇതൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു യൂണിവേഴ്സ് ഒന്നല്ല, എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഫിറ്റ് ചെയ്യാതിരിക്കുക, നിർത്തി പോവാതിരിക്കുക. നമ്മളെപ്പോഴും കിട്ടും. കണ്ടിന്യൂസ് ആയി ശ്രമിക്കുന്നവർക്ക് തന്നെ കിട്ടുന്നത്. ആദ്യം ഈ എക്സാംസിന് കാര്യമായിട്ടൊരു, അതായത് ടോപ്പിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതുന്ന എല്ലാ എക്സാംസിനും ടോപ്പ് 20, 10, ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും റിയാസിന് അങ്ങനെ കിട്ടിയെന്നാണ് റിയാസ് വിശ്വസിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്തായിരിക്കും? കൺസിസ്റ്റൻസി ആണ് ഫസ്റ്റ് ഫാക്ടർ. പിന്നെ ഹാർഡ് വർക്ക്. നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ വരുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള മെഷേഴ്സ് നോക്കുക. റിയാസിന്റെ അഭിപ്രായത്തിൽ ഒരു ടെക്നിക്കൽ PSC എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് കോച്ചിങ് ഉപകാരപ്രദമാണോ, അല്ലെങ്കിൽ കോച്ചിങ് വേണോ? എന്താണ് റിയാസിന്റെ അഭിപ്രായം? കോച്ചിങ് മസ്റ്റ് ആണ്. നമുക്ക് കുറേ സബ്ജക്ട് നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം PSC പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ 4 കൊല്ലവും ബിടെക് ഒക്കെ ആണെങ്കിൽ 4 കൊല്ലം, ഡിപ്ലോമയ്ക്ക് ആണെങ്കിൽ 3 കൊല്ലം കൊണ്ട് പഠിച്ചതാണ് നമ്മൾ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ പഠിക്കുന്നത്. കോച്ചിങ് മസ്റ്റ് ആണെന്നാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നോട്ടും കാര്യമില്ല. ഒരു സ്ട്രാറ്റജി, പിന്നെ റെലവെന്റ് ഏരിയാസ്, ഏരിയാസ്, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കണം. നല്ലൊരു കോച്ചിങ് മസ്റ്റ് ആണ്. റിയാസിന് സ്കോർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? സ്കോറിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സബ്ജക്റ്റ് പഠിക്കാനാണ് ആദ്യം കോച്ചിങ് സെർച്ച് ചെയ്യുന്നത്. എനിക്ക് പഠിക്കേണ്ടത് ഒന്നും അറിയാത്ത ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് വേണ്ടത്. അല്ലാതെ PSC അവിടെ ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് എന്നൊക്കെ കുറെ പേര് പറഞ്ഞു. എനിക്കതല്ല ആവശ്യം, എനിക്ക് സബ്ജക്റ്റ് പഠിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ ഒരു ഡെമോ ക്ലാസ് കാണുന്നത്. ആ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ജോയിൻ ചെയ്യാം. പിന്നീട് അവിടെ നിന്നുള്ള ഓരോ ക്ലാസ്സസും ഞാൻ അങ്ങനെയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും കോച്ചിങ്ങിന് ചേർന്നിട്ടാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ സ്കോർ ചൂസ്, ആരുടെയും സജഷൻ ഇല്ലാതെ ഞാൻ സ്കോർ ചൂസ് ചെയ്താണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഞാൻ കരുതുന്നു. നമ്മൾ ഇത്രയും നേരവും കേട്ടിരുന്നത് റിയാസിന്റെ PSC പ്രിപ്പറേഷൻ ജേണിയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹാർഡ് വർക്കിനും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിനും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. മാത്രമല്ല, വിജയത്തിന്റെ ഒരേ ഒരു ഫോർമുല എന്ന് പറയുന്നതും ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണിയിൽ പലതവണ വീണു പോയവരായിരിക്കും, പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തവരായിരിക്കും. പക്ഷെ അതൊന്നും തന്നെ നിർത്തിപ്പോകാനുള്ള കാരണമാവുന്നില്ല. ഓരോ ഫെയിലിയറിൽ നിന്നും, ഓരോ മിസ്റ്റേക്കിൽ നിന്നും നിങ്ങൾ എങ്ങനെ ആ മിസ്റ്റേക്സ് ഒഴിവാക്കാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ഒരു ജേണിയും കൂടിയാണ് PSCയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. റിയാസിൻ്റെ സക്സസ് കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ പറഞ്ഞത്. റിയാസിന് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നു, എവിടേക്കാണ് തോറ്റുപോയത്, എന്തൊക്കെയാണ് എവിടേക്കാണ് പിഴച്ചത് എന്നൊക്കെയാണ് റിയാസ് പറഞ്ഞത്. അതെങ്ങനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം, എന്നിട്ട് ഫസ്റ്റ് റാങ്ക് വരെ എത്താം എന്നുള്ളതാണ് റിയാസ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.